Hello and welcome back to Mallu Gesser. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വി ആർ പ്ലേയിങ് ജിയോ ഗെസർ. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വെരി ഹാപ്പി ഓണം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മെറ്റ പഠിക്കാൻ പോവുകയാണ്. യെസ്, സം ബിഗിനർ ലെവൽ മെറ്റാസ്. സോ ഗൈസ്, മെറ്റാസ് എന്ന് പറയുന്നത് ബേസിക്കലി ക്ലൂസ് ആണ്. ലൈക്ക് നമുക്ക് ഒരു സ്ട്രീറ്റ് വ്യൂ തരുമ്പോഴത്തേക്കും അത് ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ഏത് ലൊക്കേഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്ലൂസ് അല്ലെങ്കിൽ ഹിൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓരോ രാജ്യത്തിന് ഓരോ ക്ലൂസ് ആയിരിക്കും. എന്തെങ്കിലും ഡിഫറൻസ് ആയിരിക്കും. ഡിഫറെന്റ് ആർക്കിടെക്ചർ, ഡിഫറെന്റ് റോഡ്സ്, ഡിഫറെന്റ് യൂട്ടിലിറ്റി പോൾസ്, സൈൻ ബോർഡ്സ്, എന്തെങ്കിലും. സോ ഓരോ രാജ്യത്തിനും ഓരോന്ന് ഡിഫറെന്റ് ആയിരിക്കും. സോ അതൊക്കെ ഓരോ മെറ്റേഴ്സ് ആണ്. സോ അത് ഓരോ രാജ്യത്തിന് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി വീഡിയോ. Okay, so guys, we are going to learn metas. സോ ഗൈസ്, മെറ്റ പഠിക്കാൻ നമുക്ക് ഇവിടെ ലേണബിൾ മെറ്റ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാപ്സ് അവൈലബിൾ ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. വേൾഡ് മാപ്സ് ഉണ്ട്, കൺട്രി വൈസ് മാപ്സ് ഉണ്ട്. സോ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് മെറ്റാസ് പഠിക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേണബിൾ മെറ്റ വേൾഡ്. സോ വേൾഡിൻ്റെ ഒരു ബിഗിനർ ലെവൽ മെറ്റ പഠിക്കുന്ന ഒരു വീഡിയോ ആണ്. So let's start with learnable meta. Okay, so first of all, ഇവിടെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആദ്യം ഉള്ളത് നോക്കാം. സോ വി ഹാവ് സൺ നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് പോയിന്റഡ് ടുവേർഡ്സ് ദി സൗത്ത്. സോ നമ്മളിപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നിൽക്കണേ. ആൻഡ് കാർ നമുക്ക് കാണാൻ പറ്റില്ല. കാർ ഈസ് ആക്ച്വലി ഒരു പ്രിറ്റി ഗുഡ് മെറ്റ. ആൻഡ് വി ഹാവ് കിലോമീറ്റേഴ്സ് റിട്ടേൺ. We are driving on the right side. Okay. Number plates ഒരു ഇൻഡിക്കേറ്റർ ആണ്. നമ്പർ പ്ലേറ്റ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതൊന്നും ഇതൊന്നും കിട്ടുന്നില്ല. ഐ തിങ്ക് ദിസ് മസ്റ്റ് ബി കാനഡ. ബിക്കോസ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ റൈറ്റ് സൈഡിൽ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് എ റൈറ്റ് ഹാൻഡ് ഡ്രൈവ്. സോ കാനഡ ആയിരിക്കും. പക്ഷെ കാനഡയിൽ എവിടെയാണെന്ന് അറിയത്തില്ല. കാനഡ നമുക്ക് സോ ബേസിക്കലി നമുക്ക് കൺട്രി കേസ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയറാണ്. പക്ഷേ റീജിയൻ കേസ് ചെയ്യാൻ, ഒരു കൺട്രിയിൽ ഇത് എവിടെയാണെന്ന് കേസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി നമുക്ക് അറിഞ്ഞുകൂടാത്ത രാജ്യങ്ങളാണെങ്കിൽ. ഓക്കെ, സോ ഇറ്റ്സ് മെക്സിക്കോ. സി, ദിസ് ഈസ് എ മെറ്റ. സോ മെക്സിക്കോയിലാണ് യൂഷ്വലി ഇങ്ങനെ കിലോമീറ്റർ മാർക്കേഴ്സ് വെച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ യു ലേൺ മെറ്റാസ്. ഇങ്ങനെയാണ് മെറ്റാസ് പഠിക്കുന്നത്. നമ്മൾ ആ ഒരു മാപ്പ് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു കിലോമീറ്ററിന്റെ ഒരു മാർക്കിംഗ് ഉണ്ടായിരുന്നല്ലോ. സോ യൂഷ്വലി ഓരോ കൺട്രീസിലും മെറ്റ ആ കൺട്രീസിൽ യുണീക്ക് ആയിരിക്കും. യൂഷ്വലി മോസ്റ്റ് കേസസ് അങ്ങനെ ആയിരിക്കും. സി, ഇവിടെ നമ്മളൊരു കിലോമീറ്ററിന്റെ മാർക്കിംഗ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് മെക്സിക്കോ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ, ഡ്രൈ ക്ലൈമറ്റ്. സൺ വെസ്റ്റിലോട്ടാണ് കാണിക്കണേ. സോ ദാറ്റ് മീൻസ് വി ആർ കൈൻഡ് ഓഫ് ഇൻ ദി ഇക്വേറ്റർ. ഓക്കെ, ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നൊരു മെറ്റ. സി, ഞാൻ നേരത്തെ കളിക്കുന്നത് കൊണ്ട് പറയാൻ പറ്റുന്നതാണ്. സി, ഇവിടെ നമ്മുടെ ഈ സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത് 2 കോൺക്രീറ്റ് ബ്ലോക്സിന്റെ പുറത്താണ്. സോ ഐ തിങ്ക് ദിസ് ഈസ് പെറുവിലെ യൂഷ്വലി ഈ ഒരു കോൺക്രീറ്റ് ബ്ലോക്സ് വെച്ചിരിക്കുന്നത്. ആൻഡ് നമുക്ക് കണ്ടിട്ടൊരു ഡ്രൈ റീജിയണാണ് കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്രോബബ്ലി അറൌണ്ട് സൗത്ത്. നോട്ട് ഷുവർ. ഇത് പെറു ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് ഞാൻ ഗെസ് ചെയ്യുന്നതേ ഉള്ളൂ. നോക്കാം. ഇറ്റ് വാസ് പെറു. പെറുവിലാണ് ഈ കോൺക്രീറ്റ് ബ്ലോക്സിന്റെ പുറത്ത് സൈൻ ബോർഡ്സ് വെച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് പെറു. ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ദിസ് മസ്റ്റ് ബി എ മെറ്റ. ഈ പോൾസിന്റെ ഷേപ്പ് കണ്ടോ? നമ്മുടെ ഇവിടുത്തെ കാണുന്ന പോലത്തെ പോൾസ് അല്ല. ദിസ് ഈസ് ഡിഫറെന്റ്. ഇതൊരു ഹോളോ എൻഗ്രേവിങ്സ് ഒക്കെ ഉള്ള സംഭവം. എൻഗ്രേവിങ്സ് അല്ല, വേറൊരു സംഭവമാണ്. And we have a car, a white Google car. Sun is towards the north, so that means we are in the southern hemisphere. Sun usually നോർത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സദർൺ ഹെമിസ്ഫിയറിലായിരിക്കും. സൺ സൗത്തിലോട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ യൂഷ്വലി നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. സോ ദോസ് ആർ ക്ലൂസ്. ഇത് എവിടെയാ സ്ഥലം? I have no idea. White lines, I don't think ബ്രസീലിൽ യൂഷ്വലി വൈറ്റ് ലൈൻസ് മാത്രമായിട്ടുണ്ട്. I don't know. Let's see. ഞാൻ ബ്രസീൽ കൊടുക്കാം. I'm not sure, but it's Chile. Okay, ഇവിടുത്തെ മെറ്റ എന്താ നോക്കാം. Okay, so ഇത് ചിലിയൻ പോൾസ് ആണ്. Chile is a square concrete poles with an indent on both sides. See, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പോൾസ് ഒരു മെറ്റയാണ്. So usually Chile, okay, so it's somewhat similar to Brazilian poles.
However, few horizontal line supports in the internet. Okay, so it was similar to Brazil. So that's adana ഞാൻ ബ്രസീലോട്ട് പോയെ. Okay, so this is a Chilean pole. Nice. And okay, ഇത് എവിടെയാ? Arret. Yep, Arret. I don't know how this is pronounced, but see, if you ഇത് കാണുന്നുണ്ടെങ്കിൽ Arret means it means stop in French. I think it's French. Yeah. So usually ഇത് കാണുന്നത് നമ്മുടെ കാനഡയിൽ ക്യൂബെക് എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ക്യൂബെക് സിറ്റിക്ക് അടുത്തായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും യൂഷ്വലി Arret എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് സൈൻ കാണുന്നത്. സോ ഇറ്റ് ഈസ് കാനഡ. ഓൾസോ വൺ മോർ തിങ് ദാറ്റ് ഐ നോട്ടീസ്ഡ് വാസ്, ഇവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പീഡ് ലിമിറ്റ് കാണാൻ പറ്റും. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ എഴുതിയിരിക്കുന്നത് മാക്സിമം എന്നാണ്. സോ മാക്സിമം എന്നാണ് എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യൂഷ്വലി കാനഡ. സ്പീഡ് ലിമിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് USA. So this is Canada. I'm going Quebec City. Yes. Yep, it was Quebec. So it's a Quebec state level. And yeah, see, Arret is unique Quebec in Canada. Okay, let's go to the next one. Okay, black Google car. Oh, okay. See, roof rails is actually a meta. The car the roof rails on the and this is a black Google car. So black Google car and roof rails is usually Latin American. Latin American usually ഈ ഒരു ടൈപ്പ് ഓഫ് ഇത് കാണുന്നത്. പിന്നെ ഇത് സെനഗലിലുണ്ട്, ഗാനയിലുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി കോമൺ ഇൻ സം കൺട്രീസ്. ഐ തിങ്ക് ഇറ്റ്സ് Curacao. I don't know how this is pronounced. എങ്ങനെയാണ് പറയുന്നത്? This country name Curacao. Let me guess. Oh. Snorkel? What a snorkel illarnallo. That's not a snorkel. Okay. How is this Kenya? Oh. Yeah, sometimes ഇത് അപ്ഡേറ്റഡ് ആയിരിക്കത്തില്ല. കെനിയൻ കാറിൽ യൂഷ്വലി ഒരു സ്നോർക്കൽ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട് റൈറ്റ് സൈഡിൽ. സോ ദാറ്റ് മീൻസ് ഇറ്റ് വുഡ് ബി കെന്യ. പക്ഷേ ഈ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂസ് കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ്ലി ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റത്തില്ല. ഓൾസോ ഇതൊരു ആഫ്രിക്കൻ വൈബും തോന്നുന്നില്ല, കണ്ടിട്ടൊരു സൗത്ത് അമേരിക്കൻ ലുക്ക് തോന്നണേ. അതായിട്ടാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തത്. എനിവേസ്, ലെറ്റ്സ് ഗോ. Okay, let's go. This looks cold. Okay, so these short road lines ഒരു മെറ്റയാണ്. യൂഷ്വലി ഈ ഷോർട്ട് ലൈൻസ് കാണുന്നത് സ്വീഡനിലാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് മസ്റ്റ് ബി സ്വീഡൻ ബിക്കോസ് ഓഫ് ദി ലാൻഡ്സ്കേപ്പ്. പ്രോബബ്ലി ഇൻ നോർത്ത് സ്വീഡൻ. ലെറ്റ്സ് ഗോ. Sweden, it was Sweden തന്നെ. See, if you are in Nordic countries, short dashed outer lines. Okay, with the next one, yep, this is the meta. See, ഇവിടെ give way എന്ന് എഴുതിയിട്ടുണ്ട്. So give way എന്ന് റെഡിലാണ് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യൂഷ്വലി ന്യൂസിലാൻഡ്. ന്യൂസിലൻഡിൽ ഇത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. Still, it's New Zealand. I am going New Zealand, going to Wellington. Oh. Okay, it's down south. Yeah, so this give way signs, white border and red text. Well, Australia, it's a black text. Okay, next one we have, what is this? Salam. I have no idea what this is. No idea. Oh, okay, this is a meta. You do kind of checkerboard style. എന്താ പറയുന്നത്, ഒരു സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് യൂഷ്വലി കാനഡ. ദിസ് ഈസ് കനേഡിയൻ. പക്ഷേ കാനഡ ഈസ് എ ബിഗ് കൺട്രി. എവിടെ വേണോ ആവാം. ഐ ഹാവ് നോ ഐഡിയ വെർ കാനഡ ദിസ് ഈസ്. Calgary. Yep. See, diamond shaped intersections. These are in Canada. Region ഗേസിംഗ് പഠിക്കണം ഗൈസ്. റീജിയൻ ഗേസിംഗ് പഠിച്ചാലേ കാര്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സീരിയസ്. ഞാൻ കാനഡ ആണെങ്കിലും ഇറ്റ്സ് 2700 കിലോമീറ്റേഴ്സ് അവേ. സോ പോയിന്റ്സ് കിട്ടുന്നത് നമുക്ക് ഭയങ്കര കുറവായിരിക്കും. സോ നമ്മൾ ഡ്യൂവലൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഈവൻ ഇഫ് ഇറ്റ്സ് എ സെയിം കൺട്രി നമ്മൾ മാക്സിമം ഒരു റീജിയനിലോട്ട് ക്ലോസ് ചെയ്ത് ഗസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഇന്ത്യ. നമുക്കിവിടെ ഹിന്ദി പോലത്തെ ഒരു ലെറ്റർ കാണാം. പക്ഷേ ദിസ് ഇസ് നോട്ട് ഹിന്ദി, ദിസ് ഈസ് ബംഗാളി. ഇത് നമ്മുടെ ബംഗാളി ഭാഷയാണ്. ഹിന്ദി പോലെ ഇരിക്കും,
പക്ഷേ ഇതെല്ലാം കുറെ കൂടി ട്രയാങ്കുലർ ഷേപ്പിലായതുകൊണ്ട് ഇറ്റ് മീൻസ് ഇറ്റ്സ് ബംഗാളി. സോ യൂഷ്വലി ബംഗാളി സംസാരിക്കുന്ന നമ്മുടെ ഇവിടെ വെസ്റ്റ് ബംഗാൾ ഉണ്ട്, പിന്നെ ബംഗ്ലാദേശ് ഉണ്ട്. സോ ഹാവ് ടു സീ ഇഫ് ദിസ് ഇസ് ബംഗ്ലാദേശ് ഓർ ഇന്ത്യ. ഇന്ത്യ ആണോ ബംഗ്ലാദേശ് ആണോ? ഐ തിങ്ക് ഇത് ബംഗ്ലാദേശ് ആണെന്ന് തോന്നുന്നു. ഈ ഓട്ടോ ഒക്കെ കണ്ടിട്ട്, ഈ ഓട്ടോറിക്ഷാസ് ഒക്കെ കണ്ടിട്ട് ബംഗ്ലാദേശ് ആണെന്ന തോന്നണേ. നോക്കട്ടെ, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുന്ന നോക്കാം. തിങ്കിങ് ബംഗ്ലാദേശ്. സോ ബംഗ്ലാദേശിനെ കുറിച്ച് നോക്കാം. അറിയില്ല വേറെ എന്തെങ്കിലും മെറ്റേഴ്സ് ഉണ്ടോന്ന്. സോ ടാക്കിക്ക് എടുത്ത് കൊടുക്കാം. ഇറ്റ് ഈസ് ബംഗ്ലാദേശ്, പക്ഷേ ഇന്ന് താഴെയാണ്. സി ദിസ് ഇസ് ബംഗാളി സ്ക്രിപ്റ്റ്. ആ ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ഹിന്ദി പോലെ ഇരിക്കും. ഓക്കെ, ദി നെക്സ്റ്റ് വൺ. What do we have? Complete yellow road lines. Okay, driving on the right side. That means not Australia, New Zealand. എന്തെങ്കിലും ഉണ്ടോ വേറെ? ചിലപ്പോൾ ഇതാണെന്ന് തോന്നുന്നൊരു മെറ്റ. ഈ ഒരു സൈൻ ബോർഡ് യൂഷ്വലി സൺ എവിടെ ഇരിക്കുന്നത്? സൺ ഈസ് ടുവേർഡ്സ് നോർത്ത്, സോ കൈൻഡ് ഓഫ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ചിലെ, പെറു, നോ ഐഡിയ. So let's see. Uruguay? I'm going Argentina. Okay, I'm going Argentina. Oh, it's Chile. Okay. Oh, within America, all yellow lines are especially unique to Chile. Okay, nice. Next one. Okay, we have European number plates. See, European number plates are easy to find, easy to spot. Because all number plates in the left side is a blue marker on top. So that means it's a European number plate. Italian number plates ആണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും ഒരു ബ്ലൂ മാർക്കിംഗ് ഉണ്ടാവും. സോ ഹിയർ ദിസ് ഇസ് നോട്ട് ഇറ്റലി. ഓൾസോ കംപ്ലീറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് യെല്ലോ നമ്പർ പ്ലേറ്റ്സ് ആണ്. സോ യൂഷ്വലി ഇത് നെതർലൻഡ്സിലാണ് ഇങ്ങനെ കാണുന്നത്. യു കെയിലുണ്ട്. യു കെയിൽ ഐ തിങ്ക് ബാക്ക് സൈഡിൽ യെല്ലോ, ഫ്രണ്ട് സൈഡിൽ വൈറ്റ് ആണ്. പക്ഷെ ഇവിടെ ഫ്രണ്ട് സൈഡിലും യെല്ലോ ആണ്. സോ ദാറ്റ് മീൻസ് ഐ തിങ്ക് ഇറ്റ്സ് നെതർലൻഡ്സ്. നെതർലൻഡ്സ് ഐം ഗോയിങ് ആംസ്റ്റർഡാം. Yep, Netherlands, Rotterdam. See, yellow license plate in Netherlands. Next one, let's go. Okay, this is Southeast Asia. ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് എവിടെയാണ്. യൂഷ്വലി ഇംഗ്ലീഷ് എഴുതിയിരിക്കണേ. Driving on the right side. Okay, so this means driving on the right side means it might be Philippines or Cambodia. Because usually Philippines English ഉണ്ടാവും. I think this is the Philippines. Philippines കൊടുക്കാം. എന്താണ് മെറ്റ എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. എന്നാലും സ്റ്റിൽ നോക്കാം. Yeah, it was Philippines. Oh, okay. Octagonal metal poles are common in the Philippines. Nice. Okay, so ഒരു ഐഡിയ ഇല്ല. സിറ്റി അല്ല, ലാംഗ്വേജസ് ഒന്നുമില്ല. ഫസ്റ്റ് സൺ എവിടെയായിരിക്കും? സൺ is in the northwest. So that means we are kind of in the southern hemisphere. Kind of, yeah, it should be. Okay, this car, I guess, this car is a meta. See, Google cars ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റയാണ്. ആൻഡ് ദിസ് കാർ ഐ തിങ്ക് ഇതൊരു ചിലെയൻ മെറ്റയാണെന്ന് തോന്നുന്നു. ഈ കാർ യുണീക് ടു ചിലെ. I have no idea. I'm going near Santiago. Yep, it was Chile. See, white car with a visible black section. It is a unique Chilean car. Okay, white lines. Sun is towards the east, southeast. So, okay. We have a white Google car, all white, and we are traveling. Oh, wait, we are traveling on the left side. That means it's not Americas. Nice. It must be somewhere around here. Like east side of Africa or Australia or New Zealand. Australia il ഒരുപാട് വൈറ്റ് ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് മസ്റ്റ് ബി ഓസ്ട്രേലിയ. വേറെ എന്തെങ്കിലും മെറ്റാസ് എന്തെങ്കിലും കിട്ടുന്നോ നോക്കാം. വേറെ ഒന്നും ഇല്ലല്ലോ മെറ്റാസ് ആയിട്ട്. ഒന്നുമില്ല. വെജിറ്റേഷൻ, നോ ഐഡിയ. ലെറ്റ്സ് സീ എവിടെയാണ് കണ്ടുപിടിക്കുക. ഞാൻ ന്യൂസിലൻഡ് കൊടുക്കാം ജസ്റ്റ് ഇൻ കേസ്. ഓസ്ട്രേലിയ കൊടുക്കണോ? What? Malaysia. It was Malaysia. Okay. This frequently uses double white center lines. Nice. Malaysia ഒരു ബന്ധം തോന്നിയില്ല അത് കണ്ടിട്ട്. Anyway,
Driving on the right side. Sun is on the south. See, sun all the south side, so that means we are like really in the north. We are in Europe, I guess. See, a bluish tint, so that means it's a European car. 8 zebra cross lines. So I think it's usually Spain. I guess this is Spain. I'm going Spain, like northern Spain somewhere. Yeah, it was Spain. See, Spainലാണ് ഈ 8 stripes ഉള്ള pedestrian crossing ഉള്ളത്. Nice. Okay, we are driving on the right side. Sun is towards the west. Doesn't make much of a difference. ഇവിടെ bollards ഉണ്ട് കേട്ടോ. ഈ bollards actually helpful ആണ്. ഇത് I have no idea what this is. Octagonal poles. Yeah, octagonal poles usually മെക്സിക്കോയിൽ വരുന്നുണ്ട്. I think ഈ poles വരുന്ന മെക്സിക്കോയിലാണ്. That's a really straight road. Also, നമുക്ക് റോഡ് കണ്ടുപിടിക്കുക ഒരു ഈസിയർ വേ എന്ന് പറയുന്നത് നമ്മൾ നോർത്തിലോട്ട് ഈ ഒരു കോമ്പസ് പോയിന്റ് വെച്ചിട്ട് ഇവിടെ എവിടെയാണ് ഈ ഒരു ആംഗിളിലുള്ള റോഡ് ഉള്ളത് നോക്കണം. അത് പാടാണ് കിട്ടാൻ. സ്റ്റിൽ ദിസ് ലുക്സ് ലൈക്ക് എ റിയലി സ്ട്രൈറ്റ് റോഡ്. വേറെ ഇത്രയും സ്ട്രൈറ്റ് ഉള്ള റോഡ് വേറെ ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. സോ നമുക്ക് ഇവിടെ കണ്ടല്ലേ അത്. Bro, what? ഇവിടെ ഉണ്ടല്ലേ റോഡ് സ്ട്രൈറ്റ് ആയിട്ടുള്ള. Okay, so I'm going here just in case. ഇവിടെ കൊടുക്കാം. Nice. See, nice. It was Mexico. Concrete octagonal shaped poles. Nice. See, നമ്മൾ ആ ഒരു ആംഗിൾ വെച്ചിട്ട് റോഡ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. റോഡിൽ പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നേ ഉള്ളൂ. Okay, so we have a white pickup truck. Looks Africa-ish to me. Africa ആണോ ഇത്? അതോ ഇനി വേറെ എവിടെയെങ്കിലും ആണോ? Kind of in the sun is in the south. Right hand drive, white pickup truck. This could be anywhere, man. This could be Kazakhstan. This could be Kyrgyzstan Allah, because it could be Kazakhstan. No, Kazakhstan is a white pickup truck only usually. Not sure whether this is. Anyway, Kazakhstan കൊടുക്കാം. Let's see. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. Senegal. It was Senegal. Oh my God. Gen 4 coverage of Senegal. Okay. It was Senegal. Okay, so we have these bollards. These bollards are usually, I think this is Romanian, because we have a red stripe and a silver stripe under. I think this is Austrian. No? Or Czechia? Croatian bollard ആണോ ഇത്? I think it's a Croatian bollard. Okay, Croatia എടുക്കാം. It's Slovenia. Slovenian bollard ആണ്. See, ഇത് basically GeoGuessr is a mind memory game. ഒരുപാട് സാധനങ്ങൾ നമ്മൾ തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് എന്തെങ്കിലും കിട്ടുള്ളൂ. കാരണം അത്രയ്ക്കുണ്ട്, ഒരുപാടുണ്ട്. ലൈക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഓരോ രാജ്യത്തിലും ഓരോ റീജിയനിലും ഒക്കെ. I have no idea what this place is. Okay, let's see. നോക്കാം. Okay, so ഇത് usually this kind of poles വരുന്നത് I think it must be Latvia, Lithuania, അവിടെ എവിടെയാണ് തോന്നുന്നത്. Not sure. I have no idea. ഞാൻ ഇതിന്റെ ബേസിസിൽ കൊടുക്കാം. It's either Greece or Latvia. No idea, man. Going Latvia. Bulgaria. ബൾഗേറിയയിലാണ് ഇതുള്ളത്, ഗ്രീസിലല്ല. See, okay, mostly, okay. It can also be found in other countries.
mostly on roads like Latvia. So Latvia don't do that actually. If you see them on a concrete wall, you're most likely in Bulgaria. Nice. Okay. Oh, wow. Beautiful place. Okay. Black Google car. Oh, bullards. Okay. Bullards are blue. We are driving on the right side. We are okay. Northern Hemisphere. Nice സ്ഥലം, അടിപൊളി സ്ഥലം. ഇത് ഭംഗിയാകാണ്. Okay, so where is this place? It's not Iceland. ഐസ്ലാൻഡിൽ ബൊള്ളാർഡ് ഇങ്ങനെയല്ല. ഐസ്ലാൻഡിൽ ബൊള്ളാർഡ് ഇസ് യെല്ലോ, പക്ഷേ ഇങ്ങനെ ഈ ഒരു റെഡ് കളർ ഇല്ല. കുറച്ച് അവിടുത്തെ ഗൂഗിൾ കാറിന് ഈ ഒരു ആന്റിന ഇല്ല. മസ്റ്റ് ബി ഫെറോ ഐലൻഡ്സ്. I have no idea. I'm going Faroe Islands just in case. Yep, it was 7.3 kilometers. Okay, nice. Captured with a black pickup truck with an antenna on the front. Nice. Last game. It's last game. One more. Okay, this kind of bollard, we have രണ്ട് stripes on the stripe reflectors on the usually വരുന്നത് Czechia or Slovakia അവിടെ എവിടെയാണ്. I'm going Czechia. Let's see Czechia or Slovakia ആണെന്ന്, or I can ഇതിന്റെ ബോർഡറിലോട്ട് ഇട്ട് കൊടുക്കാം. Yep, Slovakia. Czechia and Slovakia are usually the same designs. Also found in Czechia. Slovakia. Okay, fine. Okay. It's a construction. Okay, number plates. Because ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബ്ലാക്ക് കളർ നമ്പർ പ്ലേറ്റ്സ് ആണെങ്കിൽ യൂഷ്വലി ഇറ്റ്സ് മലേഷ്യ ഓർ ഇന്തോനേഷ്യ. ഈ ബ്ലാക്ക് കളർ നമ്പർ പ്ലേറ്റ്സിൽ വൈറ്റ് കളർ ലെറ്റേഴ്സ് കൊടുത്തേക്കുന്നത്. അത് യൂഷ്വലി 2 പാർട്ടാണ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മലേഷ്യ, 3 പാർട്ടാണ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇന്തോനേഷ്യ. ഇവിടെ കണ്ടിട്ട് 2 പാർട്സ് ആയിട്ട് കൊടുത്തേക്കണം. സോ ഇറ്റ്സ് മലേഷ്യ. പോയി മലേഷ്യ കോലാലംപൂർ കൊടുക്കാം. ഓ, ഇവിടുത്തെ ഈ പാർട്ടാ മലേഷ്യ. സി മലേഷ്യ ലൈസൻസ് പ്ലേറ്റ്സ് generally black and 2 white sections. ഇന്തോനേഷ്യ ആണെങ്കിൽ 3 white sections, മലേഷ്യ ആണെങ്കിൽ 2 white sections. സി റീജിയൻ ഗീസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എപ്പോഴും പറയാം, റീജിയൻ ഗീസ് ചെയ്യാൻ പാടാണ്. അത് പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആവാൻ പറ്റുള്ളൂ കുറച്ചുകൂടെ. ഓക്കെ, വി ഹാവ് വൈറ്റ് ലൈൻസ്, ബൊള്ളാർഡ്സ്. ഓക്കെ, ഈ ബൊള്ളാർഡ് യൂഷ്വലി വരുന്നത് വൈറ്റ് ആൻഡ് റെഡ് ബുള്ളറ്റ് യൂഷ്വലി വരുന്നത് ഓസ്ട്രേലിയയിലും പോളണ്ടിലാണ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ ചെറിയൊരു വൈറ്റ് ബുള്ളറ്റിൽ ചെറിയൊരു റെഡ് കളർ സ്ട്രൈപ്പ് മാത്രമേ കാണത്തുള്ളൂ, ഒരു റിഫ്ലക്ടർ മാത്രമേ കാണത്തുള്ളൂ. ഓൾ ദി വേ അറൗണ്ട് വരുന്ന ബുള്ളാർഡ് പോളണ്ടിലാണ് യൂഷ്വലി വരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു പോളണ്ട്. ഓൾസോ അടുക്കോട്ട് കൊടുക്കാം, ഇങ്ങോട്ട് കൊടുക്കാം. യെപ്പ്, പോളണ്ട്. നെക്സ്റ്റ്. ഓക്കെ, ഇതൊരു മെറ്റയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അത് എവിടുത്തെ മെറ്റയാണെന്ന്. ഓക്കെ, ഓ നൈസ്, നല്ല സ്ഥലം. ഏതാ സ്ഥലം? We are driving on the right side, kind of in the northern hemisphere. No idea. Going Denmark, Sweden, എവിടെയാണെന്ന്. Hungary, nice. Okay, green kilometer markings are in Hungary. Cool. Okay, this must be Southeast Asia. Hey, wait, it's India. Wait. Okay. കണ്ടിട്ട് ഇന്ത്യൻ പോലെ ഉണ്ടല്ലോ. Wait, I think it's Sri Lanka. Because Sri Lankan car ഇതുപോലെ ഒരു ബ്ലൂ റെഡിഷ് കളറൊക്കെ ഉണ്ട്. ചേട്ടാ, നമ്മളെ കേരളം പോലെ ഉണ്ട്. മറ്റേ ബദാം മരമൊക്കെ നിൽക്കുന്നു, തെങ്ങ് നിൽക്കുന്നു, പപ്പായ എല്ലാം ഉണ്ട്, പേരൊക്കെയൊക്കെ നിൽക്കുന്നു. കിട്ടി. സി യെല്ലോ കളർ നമ്പർ പ്ലേറ്റ്സ് ആർ യൂഷ്വലി ശ്രീലങ്കയിലാണുള്ളത്. സോ ഇറ്റ്സ് ശ്രീലങ്ക. ഷെട്ടേ, കറക്റ്റ് നമ്മുടെ സൗത്ത് ഇന്ത്യ. ശ്രീലങ്ക നല്ല സിമിലർ ആണ്. ശ്രീലങ്ക. സി ആ ഒരു ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ് കളർ ഉള്ളത് ശ്രീലങ്കൻ ഗൂഗിൾ കാറിലാണ്. Let's go one more. Final. Okay, this is a European car. Okay. Any bollards or anything? Oh, we have Cyrillic language.
ലൈക്ക് റഷ്യൻ ടൈപ്പ് ഓഫ് ലാംഗ്വേജ്. സിറിലിക് എന്നാ പറയണേ. ബൾഗേറിയ, നോർത്ത് മാസഡോണിയ, സെർബിയ, I have no idea. കണ്ടിട്ടൊരു it's not Ukrainian. Ukrainian usually red car വരണേ. I'm going Bulgaria. Let's go. Oh, it was Bulgaria. See, ബൾഗേറിയയിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് സൈൻസ് വരുന്നത്. നൈസ്. Okay, we are driving on the left side. Nice. We have yellow outer lines driving on the left side, and I think this is the sun north, so that means we are in the southern hemisphere. So outer lines yellow ആയതുകൊണ്ട് usually it must be South Africa. No, South Africa ആയിരിക്കണം I think. ഇവിടെ എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് സൗത്തിൽ ഇവിടെ വേണമെങ്കിലും ആവാം. നോ ഐഡിയ. സൗത്ത് ആഫ്രിക്ക ഇവിടെ റോഡ്. Okay, nice. We have single yellow outer lines. Yep. ഓസ്ട്രേലിയയിൽ യൂഷ്വലി ഓൾ വൈറ്റ് അല്ലെങ്കിൽ ഓൾ യെല്ലോ ആയിരിക്കും. കൂടുതൽ വൈറ്റ് ലൈൻസ് ആണ് ഓസ്ട്രേലിയയിൽ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ആ ഒരു യെല്ലോ കളർ ലൈൻസ് കണ്ടപ്പോൾ ഓസ്ട്രേലിയ പോകാതെ. ഓക്കെ, വി ഹാവ് കിലോമീറ്റേഴ്സ്. ഇതൊരു മെറ്റയാണ്. ഇത് എവിടെയാണ് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ദിസ് മസ്റ്റ് ബി ബ്രസീലിയൻ. ഇത് സൗത്ത് അമേരിക്ക എവിടെയാണ്? I think it's Brazil or Chile. ഇവിടെയാണ്. I have no idea. Sugar canes. ഷുഗർ കെയിൻ ആണോ? അല്ല ഷുഗർ കെയിൻ ഒന്നും അല്ല. ഷുഗർ കെയിൻസ് ഒരുപാട് ഉണ്ടെങ്കിൽ അത് യൂഷ്വലി ബ്രസീലിലായിരിക്കും. ഓക്കെ, ചിലെ അല്ല. അർജന്റീന കണ്ടിട്ട് ആ ഒരു ലാൻഡ്സ്കേപ്പ് തോന്നുന്നില്ല. ഇറ്റ്സ് ഇറ്റ് ബൊളിവിയ ഓർ ബ്രസീൽ? I'm going Brazil just in case. Yep, Brazil. It was Brazil. Nice. Okay. We are usually Geo എന്നല്ലേ കണ്ടത്? BR അല്ലായിരുന്നല്ലോ. Next. Okay, so we have European number plates, yellow on the front and back. So that means it's Netherlands. Wow. Netherlands is usually this flat. Yellow number plates is usually Netherlands. Yep. Netherlands. Going Netherlands around here. Yep, it was Netherlands. Nice. Next one, and this is the last round, I guess. Yep. Driving on the right side. Okay. Not Europe. Okay. Sun is towards the south. Okay. Google car കാണാൻ പറ്റുന്നില്ല. Okay, we have this bollard. Bollard. ഇത് എവിടുത്തെ? യൂറോപ്യൻ അല്ലല്ലോ. നോ. ഇത്രയും നേരം നല്ല പോയിന്റ്സ്, നല്ല സ്കോർ ഇല്ലായിട്ട് വന്നതാണ്. 17,000 എത്തിയതാ സ്കോർ. അപ്പോൾ എല്ലാം ഇപ്പൊ പോകും. ഈ ഒരു ബൊള്ളാട് ഞാൻ മറന്നുപോയി. എനിക്കറിയാം ഇത് ബൊള്ളാട്. ഇത് എവിടുത്തെ ബൊള്ളാടായത്? കാറ് കണ്ടിട്ട് ഒരു കൈൻഡ് ഓഫ് മെക്സിക്കൻ ഡിഷ്. South, really south. So must be Canada. Yeah. Canadian bullard ആണോ ഇത്? I have no idea, man. Going Canada. Shit. It's North Macedonia. ശരിയാണ്, North Macedonia. Okay, so this is North Macedonia. Fine. So yeah, that's it. That is the meta. So yeah, ഇതുപോലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഡ്യൂവൽസ് കളിക്കുമ്പോൾ ജയിക്കാനൊക്കെ പറ്റുള്ളൂ. So അപ്പോൾ ഗൈസ് ഇനി കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യട്ടെ. നിങ്ങൾക്ക് you guys can also try this out. It's called learnablemeta.com. നിങ്ങളിതിൽ ഹൗ ടു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു യൂസർ സ്ക്രിപ്റ്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ മാപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റഷ്യ, മെറ്റ, ഇന്ത്യ, പോൾസ്,
ഓസ്ട്രേലിയ, ജപ്പാൻ, ഒരുപാടുണ്ട്. യു ഗൈസ് ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഐ ഹോപ്പ് യു ഗൈസ് ലേൺഡ് എ ലോട്ട്. ഞാനും കുറേ പഠിച്ചു, ലൈക്ക് ദിസ് ബൊള്ളാർഡ് ഹിയർ ഇൻ നോർത്ത് മാസഡോണിയ. സോ യാ, ഹേ ഗൈസ്, സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. സോ ഇത് യൂഷ്വലി നേരത്തെ ഇട്ടതുപോലത്തെ ഡ്യൂവൽസ് ഒന്നും അല്ല. സോ ദിസ് ഈസ് എ ലേണിംഗ് വീഡിയോ. ഇത് കാരണം ഞാൻ കുറേ പഠിച്ചു, ഒരുപാട് ഇൻഫർമേഷൻ ഇനിയും ഉണ്ട് പഠിക്കാൻ, ഇഷ്ടംപോലെ ഉണ്ട് പഠിക്കാൻ. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഓൾസോ ലേൺഡ് സം ഓഫ് ദാറ്റ് സ്റ്റഫ്. സോ യാ, ഇനി ഇതുപോലത്തെ ലേണിംഗ് വീഡിയോസ് വേണമെങ്കിൽ യു ഗൈസ് ക്യാൻ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ഇനിയും ഡ്യൂവൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. സോ മേക്ക് ഷുവർ യു ആർ സബ്സ്ക്രൈബ്ഡ് to watch those videos. So I hope you guys liked this video. If you did, like, share, subscribe. അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye.